നിങ്ങൾ ഭവനങ്ങളിലായിരിക്കാം, യാത്രയിലായിരിക്കാം, നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഈ വചനം ശ്രവിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കൊന്ന് ഒരുക്കാം, ബുദ്ധിയെ നിങ്ങളൊന്ന് ഒരുക്കുക. പരിശുദ്ധാത്മാവേ, ഈ കേൾക്കുന്ന വചനത്തിനായി എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വീഴുന്ന ഒരു സമയമാണ്. വിത്ത് കിളിർക്കുന്നത് പോലെ ഈ വചനവും നിങ്ങളിൽ കിളിർക്കും. ഈ വചനം ഒരു വിത്ത് മുളച്ച് വളരുന്നത് പോലെ ഈ വചനവും നിങ്ങളിൽ വളരുമ്പോൾ നിങ്ങളുടെ ജീവിതവും സാഹചര്യങ്ങളും വളരാനും അനുഗ്രഹിക്കപ്പെടാനും തുടങ്ങും. കർത്താവേ, ഈ ശുശ്രൂഷ ഇന്ന് വചനം കൊടുക്കുമ്പോൾ അത് അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ കാരണമാകണം. അനേകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറണം. നിൻ്റെ പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടത്തില്ല എന്ന് കേട്ട് മനസ്സും അടുത്തിരുന്നവർ ഈ വചനത്തിലൂടെ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയണം. എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കാൻ കഴിയട്ടെ. യേശു കുരിശുമായി ഗാഗുൽത്തായിലെ മലയിലേക്ക് പോകുമ്പം പലരും ഓടി, ഇപ്പോഴും അമ്മ മാത്രം എന്നും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ മാറിപ്പോയാലും അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് നിങ്ങളുടെ കുടുംബം ഉള്ളത്. അമ്മയുടെ സാന്നിധ്യത്തിൽ, അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതയാത്രകളിലും ഉണ്ട്. നമുക്കിന്ന് വചനം കേൾക്കുമ്പോൾ 14-ാമത്തെ ദിവസം നമ്മൾ കേട്ടത്, ദൈവവചനം അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. അത് പറഞ്ഞു തീർന്നിട്ടില്ല 15-ാമത്തെ ദിവസം. കാരണം പരിശുദ്ധ അമ്മ ദൈവവചനമാണ് അമ്മയിൽ മാംസം ധരിച്ചത്. വചനം മാംസമായി ധരിച്ചു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. വചനം നമ്മൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി, ഞാൻ ഈ വചനത്തിൻ്റെ കാര്യം ഈ 15-ാമത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് മറക്കരുത്. അല്ല, എനിക്ക് എങ്ങനെയാലും ജീവിച്ചാൽ മതി, എനിക്ക് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമില്ല എന്നുള്ളവർക്കിത് പ്രസക്തമല്ല, വിഷയമല്ല. പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, എൻ്റെ ആരോഗ്യത്തിന് അനുഗ്രഹം വേണം, എൻ്റെ ശുശ്രൂഷകൾക്ക് അനുഗ്രഹം വേണം, എൻ്റെ കുടുംബജീവിതത്തിന് അനുഗ്രഹം വേണം, എൻ്റെ വളർന്നു വരുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അങ്ങനെയുള്ളവർ കൊതിയോടെ ഈ വചനം അറിയണം, പ്രതീക്ഷയോടെ ഈ വചനം അറിയണം. മറ്റൊന്നും അറിഞ്ഞിട്ടില്ലേലും ദൈവം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇത്. നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമല്ല. ഇതിനൊരു വില കൊടുത്തേ പറ്റൂ. ഇതിന് ദൈവവചനം അനുഗ്രഹം ആകുമെന്നറിയാൻ ഒരു വാക്യം എടുക്കണം. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് പരിശോധിക്കുക. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാൻ വായിക്കുമ്പോൾ ഈ വചനം ബൈബിളിൽ ഉണ്ടോ എന്നെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡയറിയിൽ എഴുതണം. ഈ ശുശ്രൂഷകൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളത് മാത്രം കേട്ട് അത് ഒരു റിമോട്ട് എടുത്ത് ഓഫാക്കി പോകരുത്. നിങ്ങളത് ഒരുപാട് പേരോട് വിളിച്ചു പറയണം, ഇങ്ങനെ ഒരു വചനമുണ്ട്, നിങ്ങളത് കേൾക്ക് എന്ന് പറയാൻ ഇടയാകണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടണം. കാരണം ബൈബിളിൽ ഒരു വാക്കുണ്ട്, വിശ്വസിക്കുന്നവർ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒപ്പമുള്ളവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഞാനത് വായിക്കുന്നു. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം ദൈവം പറയാണ്, പ്രവാചകന്മാർ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ദർശനം കിട്ടി രേഖപ്പെടുത്തിയതല്ല. ദൈവമായ കർത്താവ് പറയാണ്, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്നറിയോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന വചനം ദൈവമാണ്. എന്നെ ആദരിക്കുന്നവരെ ദൈവം പറയുന്നു ഞാനും ആദരിക്കും. എന്നെ നിന്ദിക്കുന്നവനെ ഞാനും നിന്ദിക്കും. എന്നെ ആദരിക്കുന്നവൻ, നിങ്ങളെങ്ങനെയും ദൈവത്തെ ആദരിച്ചവരാണോ? കേവലം കഴുത്തിൽ വലിയ ഒരു മുത്തുള്ള ഒരു ജപമാല ഇട്ടു എന്ന് മാത്രം പോരാ.
ഞാൻ ഓടിക്കുന്ന കാറിൽ ഒരു രൂപമുണ്ട്, അതിലൊരു കൊന്തയിട്ടിട്ടുണ്ട്. ഇത് മാത്രം പോരാ. ജീവിതം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ആദരിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ വീട്ടിൽ സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയുണ്ടോ? ചടങ്ങായിട്ടുള്ളൊരു പ്രാർത്ഥനയല്ലേ പല ദിവസവും നടന്നിട്ടുള്ളത്? എന്തോ ഒരു കാട്ടിക്കൂട്ടലുള്ള ഒരു പ്രാർത്ഥനയല്ലേ നടന്നിട്ടുള്ളത്? ആത്മാർത്ഥതയുള്ള ഒരു ദൈവസ്തുതി ഉയർന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്? ആത്മാർത്ഥതയോടെ ദൈവവചനം തുറന്നു വച്ച് വായിച്ചിട്ടുണ്ടോ ഒരു ദിവസം? ആത്മാർത്ഥതയോടെ ആ വചനത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? സത്യസന്ധമായ ആ വചനത്തെ വിശ്വസിച്ചിട്ടുണ്ടോ? വായിച്ചു മറിച്ചു വിട്ടു എന്നതിൽ കവിഞ്ഞ് അതിനെ ആദരിച്ചിട്ടുണ്ടോ? ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവമായ ഞാനും ആ വ്യക്തിയെ, കുടുംബത്തെ ആദരിക്കും. നിങ്ങൾ കുടുംബമായി ജീവിക്കുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ടാകാം, ശുശ്രൂഷയിലുള്ളവർ കേൾക്കുന്നുണ്ടാകാം, സമർപ്പിതർ കേൾക്കുന്നുണ്ടാകാം. നിങ്ങൾ ദൈവത്തെ ആദരിക്കുന്നവരാകണം, എന്നാലേ ദൈവം നിങ്ങളെ ആദരിക്കത്തുള്ളൂ. എന്താ ആദരിക്കുക എന്ന് പറഞ്ഞാൽ, ഓട്ട മത്സരത്തിൽ ഓടുന്നൊരു കൊച്ചിന് 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ കിട്ടിയാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ വ്യക്തിയെ വിളിച്ച് ഒരു ഉയർന്ന പീഠത്തിൽ നിർത്തി, എല്ലാവരുടെയും മുമ്പിൽ നിർത്തി ആ മത്സരത്തിൽ ജയിച്ച വ്യക്തിയെ ആദരിക്കും. ഒന്നെങ്കിൽ സമ്മാനം കൊടുക്കും, അല്ലെങ്കിൽ അതിനുള്ള വിലയും മഹത്വവും കൊടുത്ത് ആദരിക്കും. ദൈവം നിങ്ങളോട് പറയുന്നു, ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും. നിങ്ങളുടെ കുടുംബം ദൈവത്തെ ആദരിക്കുന്ന ഒരു കുടുംബമാണോ? അല്ല, പ്രാർത്ഥനയില്ല, പള്ളിയില്ല, വിശ്വാസമില്ല, ഞങ്ങൾക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല, ഞങ്ങളാരും പള്ളിയിൽ പോകുന്നവരല്ല, ഞങ്ങൾ നോമ്പെടുക്കാറില്ല, ഞങ്ങൾ ഉപവാസം ഇരിക്കാറില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ദൈവത്തെ ആദരിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ലെന്ന്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന്, എനിക്കെന്നും ഇങ്ങനെയാണ്, എൻ്റെ തലവര മോശമാണ്, എനിക്കെന്നും ദോഷമാണ്, എനിക്കെന്നും കണ്ണുനീരാണ്? അത് നിങ്ങളുടെ പ്രശ്നമാണ്. ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവവും ആദരിക്കും. ദൈവത്തിൻ്റെ വാക്കാണത്. ദൈവത്തെ ആദരിക്കണം. എങ്ങനെയൊക്കെ ആദരിക്കാൻ പറ്റും? ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആദരിക്കാൻ പറ്റും, പാട്ടുപാടി ആദരിക്കാൻ പറ്റും, ജീവിതം കൊണ്ട് ആദരിക്കാൻ പറ്റും. 10 പേരോട് ദൈവത്തിൻ്റെ വചനം ഏതോ നീ ഇന്നതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കാൻ പറ്റും. ഒരാളോടേലും പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിൻ്റെ വചനം? പറഞ്ഞിട്ടില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് 4 പേരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തന്നെ മടിയാണ്, നാണമാണ്, ചമ്മലാണ്. പിന്നെ പ്രാർത്ഥന ഉള്ളത് തന്നെ എങ്ങനെയും തീർക്കാനാണ് നമ്മുടെ ശ്രമം. ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവവും ആദരിക്കും. അല്ലാതെ കരഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ വിഷമിച്ചിട്ട് കാര്യമില്ല, അയ്യോ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിനൊരു വില കൊടുക്കണം. വിലയുള്ളത് കിട്ടണേ, വില കൊടുക്കണം, വില കൽപ്പിക്കണം. അത് ബൈബിൾ പറയുന്നു. ഇനി ദൈവവചനത്തെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറണം. അതാണ് എഴുതി യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഏത് വിധത്തിൽ നമുക്ക് ദൈവവചനം വിലയുള്ളതാണ്. അതിന് വില കൽപ്പിക്കണം. നിങ്ങളും നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കണം. അത് എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെ വാക്യം. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അതങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, എന്നിട്ടോ അത് സസ്യങ്ങളെ മുളപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മുളപ്പിക്കുക. ഞാൻ ആ വാക്യം ഒന്ന് അല്പം പ്രാധാന്യം കൊടുക്കുവാണ് ഇവിടെ. ദൈവം പറയുകയാണ്, ദൈവവചനവും ആകാശത്തുനിന്ന് പെയ്യുന്ന മഴയും മഞ്ഞും പോലെയാണ്. അത് മണ്ണിൽ വന്ന് വീണാൽ അവിടെയുള്ള വിത്തിനെ മുളപ്പിക്കും. എന്താ മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഇലയായി അത് പുറത്തു വന്നതങ്ങ് വളരും. നമ്മളിങ്ങനെ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണില്ലേ, മഴയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒന്നും മരുഭൂമി പോലെ ഉണങ്ങിയ മണ്ണും ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് 2-3 മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അതിൽ പോകുമ്പം കാണാം പണ്ട് പോയതുപോലല്ല, നിറച്ച് പുല്ല് കിളുത്ത് നല്ല പച്ചപ്പായിന്ന്. ഒരു മഴ പെയ്തപ്പോൾ ഉള്ള വിത്തെല്ലാം കിളുത്തു. ഇതുപോലെ ദൈവവചനം നിങ്ങളുടെ ശരീരത്തും നിങ്ങളുടെ ജീവിതത്തിലും ഭവനത്തിലും മഴയും മഞ്ഞും പോലെ പെയ്യുവാണ്. ഇപ്പോൾ പെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില നന്മകളും ചില അനുഗ്രഹങ്ങളെയും ചില അഭിഷേകത്തെയും ആ ഭവനത്തിൽ മുളപ്പിച്ച് വലുതായി വരും. നിങ്ങൾ ഇപ്പോൾ ഒരു TV-യുടെ അല്ലെ ഒരു മീഡിയയുടെ സഹായത്തോടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നു, കണ്ണുകൊണ്ട് പ്രസംഗിക്കുന്ന വ്യക്തിയെ കാണുന്നു, നിങ്ങളുടെ ചെവികളിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീടുകളിൽ എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വചനത്തെ നിങ്ങൾ മഴയും മഞ്ഞും പോലെ അയക്കുകയാണ്. അത് നിങ്ങളിൽ കിളിർത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി
ഇന്നലെയുള്ളതുപോലെ ആയിരിക്കില്ല ഈ വചനം വന്ന് വീഴുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നത്. അത് നന്മകളെ മുളപ്പിക്കും, അനുഗ്രഹത്തെ മുളപ്പിക്കും. അത് വെറുതെ തിരിച്ചു വരത്തില്ല. അത് ആകാശത്തേക്ക് വന്ന പോലെ മഴ മുകളിലോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ മഴ വന്ന് ആ മണ്ണിലുള്ളതിനെ മുളപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്കാണ്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ എന്ന് എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അതായത് മഴയും മഞ്ഞും പോലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മഴയായിട്ട് തോന്നാം, ചിലപ്പോൾ ഈ വചനം മഞ്ഞായിട്ട് തോന്നാം. രണ്ടായാലും റിസൾട്ട് സെയിമാണ്. അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും തരും. ഒരു കുറവും വരുത്തത്തില്ല. നിങ്ങൾ പറയും പ്രാർത്ഥിക്കുന്ന സമയം നഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ചിലർ പറയും അവർ ഭോഷന്മാരാണെന്ന്. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ നോക്കി ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും പറയും അവൻ ശ്രേഷ്ഠനാണെന്ന്. അങ്ങനെ രണ്ട് പ്രത്യേകതകളുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ഉയർത്തുന്നവരും മണ്ടന്മാരും പോഷന്മാരും വെറുതെ നടക്കുന്നവരുമാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ അവർ വിലയുള്ളവരാണ്. കാരണം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെ ദൈവം പരിചയപ്പെടുന്നു. എൻ്റെ ദാസനെ നീ ശ്രദ്ധിച്ചോ എന്നാ പറഞ്ഞേ. ജോബിനെ നീ ശ്രദ്ധിച്ചോ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്, ശ്രദ്ധിച്ചോ. എൻ്റെ ദാസനെ നീ ശ്രദ്ധിച്ചോ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. ജോബ് ഭക്തനായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ വില കൊടുക്കുന്നവനെ ദൈവം ശ്രേഷ്ഠനായിട്ടാണ് കാണുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്ന എന്നെ ദൈവം ശ്രേഷ്ഠനായിട്ടാണ് കാണുന്നത്. ദൈവവചനം ശാലോം ടിവിയിലൂടെ കേൾക്കുന്ന നിങ്ങളെ ദൈവം കാണുന്നത് ശ്രേഷ്ഠതയുള്ളൊരു കുടുംബമായിട്ടാണ്. അപ്പുറത്തെ വീട്ടുകാർ ചിലപ്പോൾ ചിന്തിക്കും, വല്ല ടി വിയോ വല്ല സിനിമയോ സീരിയലോ കണ്ടുകൂടെ അവർക്ക്, എപ്പോൾ നോക്കിയാലും ഈ പ്രോഗ്രാം കണ്ടോണ്ട് ഈ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുവാണോ എന്ന് ചിന്തിക്കുമായിരിക്കും അപ്പുറത്തെ മുറിയിലുള്ളവർ പോലും. ദൈവത്തിൻ്റെ കണ്ണുകൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നറിയാമോ? ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ ഭോഷന്മാരായിട്ടല്ല കാണുന്നത്, ശ്രേഷ്ഠന്മാരായിട്ടാണ് കാണുന്നത്.